അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവുമായി വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമാകുന്നു. മർത്യരക്ഷയ്ക്കായി മണ്ണിൽ അവതരിച്ച ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മകളുമായി ബിൻമൂൺ ട്രേഡിംഗ് പ്രസൻറ്റ്സ് BMC ഗ്ലോറിയ 2024 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സിംസിൻ്റെ മുൻ പ്രസിഡന്റും പ്രാസംഗികനുമായ ശ്രീ ബെന്നി വർഗീസാണ് ചേരുന്നത്. ഇത്രയും സ്നേഹത്തോടെ ബെന്നി വർഗീസിനെ സ്വാഗതം ചെയ്യാം. ഏവർക്കും നമസ്കാരം. മലയാളത്തിൽ ഇമ്മാനുവേൽ എന്ന പേരിലൊരു സിനിമയുണ്ട്. അനുഗ്രഹീത നടൻ മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ ഇമ്മാനുവേൽ എന്ന കേന്ദ്ര കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത്. ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരനായ ഇമ്മാനുവേൽ തൻ്റെ കമ്പനി അന്യായമായി തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ക്ലെയിം ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി ഖദീജുമ്മ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വാങ്ങി നൽകുന്നുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയതിനു ശേഷം ഖദീജുമ്മ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സ്ത്രീ ഇമ്മാനുവേലിനോട് പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ഈ ലോകത്ത് പടച്ചോൻ ഒത്തിരി പേർക്ക് പൊന്നും പണവും കൊടുക്കും, ഒത്തിരി പേർക്ക് വമ്പുള്ള ഉദ്യോഗം കൊടുക്കും. എന്നാൽ ലക്ഷത്തിലൊരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കും. എന്തിനെന്നോ അവന്റെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ. പ്രിയരെ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചിന്തകളുടെ ഒരു യാത്രയിലാണ് നാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു പദമാണ് ഇമ്മാനുവേൽ എന്നത്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഈ പദം നൽകുന്ന വലിയ അർത്ഥതലങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇമ്മാനുവേൽ എന്നാൽ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിണ്ണുവിട്ട് മണ്ണിലേക്ക് സ്നേഹമായി അവതരിച്ചു എന്നുള്ളതാണ്. കുറച്ചുകൂടി വിശാലമാക്കിയാൽ, നമ്മുടെ ദൈവം നമ്മോടൊപ്പം, നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ ആയിരിക്കുവാനായി വന്നതാണ് പറഞ്ഞിരുന്നത്. ആരും അവന്റെ മുന്നിൽ ചെറുതാവാതിരിക്കാൻ അവൻ എല്ലാവരേക്കായും ചെറുതായി കാലിത്തൊഴുത്തിൽ പിറന്നു. അന്നുവരെ ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാത്ത ആട്ടിടയന്മാർ അവന്റെ മുന്നിൽ തല ഉയർത്തി നിന്നു. കാരണം അവർ ഔദാര്യപൂർവം കൊടുത്ത പുതപ്പിലാണ് ഉണ്ണിയേശു വന്ന് കിടന്നുറങ്ങിയത്. അവരുടെ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അവൻ മിഴി തുറന്ന് ചുറ്റുപാടും കണ്ടത്. അവന്റെ മാതാപിതാക്കൾ അന്ന് കഴിച്ച അത്താഴം ആട്ടിടയന്മാരുടെ വീട്ടിൽ നിന്നായിരുന്നു. അന്നുവരെ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാത്ത ആട്ടിടയർ വേറെ എവിടെയാണ് തല ഉയർത്തി നിൽക്കുക? ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ടാബ്ലോ കാണുവാനിടയായി. ഈ ടാബ്ലോയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ജീവനുണ്ട്, ഒരു കഥാപാത്രത്തിനൊഴികെ. അത് മാതാവിന്റെ കയ്യിലെ ഉണ്ണിയേശു ആയിരുന്നു. ക്രിസ്മസിന്റെ ഈ വലിയ ആഘോഷങ്ങളിൽ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഈ ജീവനുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യമാണെന്ന് തോന്നാറുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്മസും നമ്മളോട് പറയുന്നത് നമ്മിലെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. അതോടൊപ്പം അപരനിലെ ദൈവ സാന്നിധ്യത്തെ അറിയുക എന്നുള്ളതാണ്, മാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇമ്മാനുവേൽ എന്ന പദത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുക. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്രിസ്മസ് രാത്രിയിൽ തങ്ങളുടെ ആശ്രമത്തിന്റെ മുന്നിൽ ഉണ്ടാക്കിയ പുൽക്കൂടിന്റെ മുന്നിൽ ആഹ്ലാദാരവം മുഴക്കുന്ന തന്റെ സഹോദരങ്ങളോട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു: പ്രിയമുള്ളവരെ, നമുക്കൊന്ന് നിശബ്ദരാകാം. പുൽക്കൂട്ടിലെ ഉണ്ണിക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. നമുക്കൊന്ന് കാതോർക്കാം. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ
ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഒരു ചെറുകഥയിലൂടെ നമുക്ക് വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകിയ ശ്രീ ബെന്നി വർഗീസിന് ബഹറിൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.